ഇന്ന് ഉമിംഗ്ല പാസിൽ നിന്ന് ഹാൻലെ വരെയാണ് പോകുന്നത്. ഇത് ഉമിംഗ്ല പാസിന്റെ മേൽവശമാണ്. ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ 10 മിനിറ്റിൽ കൂടുതൽ ഈ സ്ഥലത്ത് നിൽക്കാൻ പാടില്ലായേ. ഇവിടുത്തെ ഓക്സിജന്റെ ലെവല് വളരെ കുറവാണ്. ഉമിംഗ്ല പാസിൽ നിന്ന് ഇറങ്ങി ഇവിടെയുള്ള സ്നോ ഒക്കെ മെൽറ്റ് ആയിട്ടുള്ള ഒരു റിവർ ക്രോസിംഗ് ആണിത്. ഇങ്ങനത്തെ ഐസ് ഭയങ്കര സ്ലിപ്പാവുന്ന സ്ഥലമാണ്. കാർ തന്നെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. 2 വീലേഴ്സ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഉമിംഗ്ല പാസ് വേൾഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആണ്. പാക്കേജിൽ ഉമിംഗ്ല പാസ് ഇടണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പേടിയായിരുന്നു. എനിക്ക് കുറെ തണുപ്പ് കൂടിയ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ തണുപ്പ് കൂടുതലും ഓക്സിജൻ കുറവായിട്ടുള്ള സ്ഥലം. ഇങ്ങനെ വരുന്നത് കൊണ്ട് ഉമിംഗ്ല പാസിൽ വരാൻ പേടിയായിരുന്നു. ഇതിലാദ്യം തന്നെ പണി എനിക്ക് തന്നെ കിട്ടി. ഉമിംഗ്ല പാസ് എത്തി ഒരു 5 മിനിറ്റിനുള്ളിൽ ബ്രീത്തിങ് പ്രോബ്ലം തുടങ്ങി. ഈ ബ്രീത്തിങ് പ്രോബ്ലം വന്നാലും അത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ച പ്രോബ്ലം ഇല്ലായേ. കുറെ നേരം നോർമൽ ആവാൻ വേണ്ടി നോക്കി. ലാസ്റ്റ് വൊമിറ്റിംഗ് വന്നു. വൊമിറ്റിംഗ് വന്നാൽ പിന്നെ ഓക്സിജൻ ഉപയോഗിക്കണം. ഇതുകൊണ്ടാണ് പോർട്ടബിൾ സിലിണ്ടർ ഞങ്ങളൊപ്പം കൊണ്ടുപോകുന്നത്. ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വന്നാൽ ഹോസ്പിറ്റലിൽ കുറെ കിലോമീറ്റർ ഓടിയാലേ എത്തുള്ളൂ. അതിനുള്ളിൽ പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ ഉപയോഗം ഡ്രൈവർമാർക്കൊക്കെ അറിയാൻ പറ്റും. ഉമിംഗ്ല പാസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡ്രൈവർ അവിടെ ഇറങ്ങിയില്ലായേ. എല്ലായിടത്തും ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തുതന്ന ഡ്രൈവറാണ്. ഈ പാസിൽ ഇറങ്ങുന്ന ദിവസം തലവേദന വരുമെന്നാണ് ഡ്രൈവർ പറയുന്നത്. ഇത് ഉമിംഗ്ല പാസിൽ നിന്ന് ഹാൻലെയിലോട്ട് പോണ റൂട്ടാണ്. ഉമിംഗ്ലയിൽ നിന്ന് ഹാൻലെയിലോട്ട് 2 വഴി പോകാം. ഇതിലൊരു വഴി ഫോർട്ട്ല പാസ് വഴി 75 കിലോമീറ്റർ ഡിസ്റ്റൻസിലെത്താൻ പറ്റും. രണ്ടാമത്തെ വഴി ഉർദിംഗ്ലെ നുബ്രുല വഴിയാണ്. ഈ വഴി 88 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എത്തുന്നത്. ഇതിൽ ഫോർട്ട്ല വഴിയാണ് ഞങ്ങൾ പോയത്. ഈ വഴി പോകുമ്പോൾ ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് റോഡായിട്ടാണ് വരുന്നത്. അഡ്വഞ്ചർ ട്രിപ്പായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റോഡ് നല്ലതാണ്. ഈ വഴി പോകുമ്പോൾ ഞങ്ങൾ വേറെ ഏതോ പ്ലാനറ്റിൽ എത്തിയ പോലെയാണ്. ഈ പോണ വഴിയൊന്നും ഒരു വണ്ടിയും കാണാൻ പറ്റില്ല, ഒരാളെയും കാണാൻ പറ്റില്ല. വേറെ ഏതോ ലോകത്തോട് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് വരുന്നത്. ഈ സ്ഥലത്തിനെയൊക്കെ മൂൺലാൻഡ് എന്ന് പറയും. ഈ ബ്രൗൺ കളറുള്ള മൗണ്ടൻസ് ഇങ്ങനെ കയറി ഇറങ്ങി പോണേ. ഈ സ്ഥലങ്ങളൊക്കെ ചാങ്ദാം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെട്ടതാണ്. വൈൽഡ് ഡോഗിയാണ് കേട്ടോ പോണത്. ഇതേപോലത്തെ പല സൈസിലെ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് ആയ ലോക്കൽ ഡ്രൈവർമാർക്ക് മാത്രമേ ഈ റൂട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഈ വഴി വരുമ്പോൾ സൈൻ ബോർഡ്സ് ഒന്നും ഉണ്ടാവില്ല, GPS നാവിഗേഷൻ ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഓഫ്ലൈൻ മാപ്പുകൾ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വഴി തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ചുനേരം ഇവിടെ നിർത്തിയതാണ്. ഈ മൗണ്ടൻസിന്റെ ഇടയിൽ ഞങ്ങളുടെ വണ്ടി അല്ലാതെ വേറൊന്നും ഇല്ലായേ. ഈ മൗണ്ടൻസ് സീ ലെവലിൽ നിന്നും 18,000 ഫീറ്റ് മേളിലാണ്. പാക്കേജിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഈ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഉക്തുലെ നോർബുല വഴി വേറൊരു റോഡുണ്ട്. ആ വഴി നോർമൽ റോഡാണ്. ഒരു 10 കിലോമീറ്റർ കൂടുതലാണെങ്കിലും സൈൻ ബോർഡൊക്കെ ഉള്ള നോർമൽ റോഡാണത്. ലഡാക്കിന് പുറത്തു നിന്നും വരുന്ന ആളുകൾ ആ റൂട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ഹാൻലെ എന്ന് പറയുന്നത് ഒരു ചെറിയ വില്ലേജ് ആണ്. ഇവിടെയാണ് ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ് ഉള്ളത്. ആകാശത്തെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്ന ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണിത്. രാത്രി നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ മിൽക്കി വേ ഗാലക്സി കാണാൻ പറ്റും. ഇത് ഹാൻലെ റിവറാണ്. ഈ റിവർ ക്രോസ് ചെയ്ത് വേണം ഹാൻലെ വില്ലേജിൽ കയറാൻ. ഈ റിവറിന്റെ ആഴം കുറഞ്ഞുള്ള ഭാഗത്തൂടെയാണ് ക്രോസിംഗ് നടക്കുന്നത്. ഇപ്പൊ റിവറിൽ കുറച്ച് വെള്ളമുള്ളൂ. നല്ല വെള്ളമുള്ള ടൈമാണെങ്കിൽ റിവർ ക്രോസിംഗ് പാടാവേ. റിവർ ക്രോസ് ചെയ്ത് ഹാൻലെ വില്ലേജ് കയറിയേ. ഈ വില്ലേജ് സീ ലെവലിൽ നിന്നും 14,764 ഫീറ്റ് മുകളിലാണ്. ഈ വില്ലേജിൽ കെട്ടിടങ്ങളൊക്കെ വളരെ കുറവാണ്. ചെമ്മരിയാടിനെ വളർത്തലും യാക്കിനെ വളർത്തലുമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം. ആസ്ട്രോ ടൂറിസത്തിന് ഫേമസ് ആയിട്ടുള്ള വില്ലേജാണിത്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിൽ നിന്നാണ് പ്രധാന വരുമാനം. ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഹോം സ്റ്റേയും ധാരാളം ഉണ്ട്. ഞങ്ങളുടെ ഒരു വൈകുന്നേര സമയപ്പോഴാണ് എത്തിയത്. ഇതൊക്കെ വില്ലേജിനുള്ളിലെ കാഴ്ചകളാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ. ഇതൊരു ചെറിയ വില്ലേജ് ആയതുകൊണ്ട് തന്നെ സൗകര്യങ്ങളും കുറവാണ്. ഹാൻലെയിൽ കുറച്ച് ഡെസ്റ്റിനേഷൻ കണ്ടതിന് ശേഷം നാളെ ഇവിടെ നിന്നും ലേയിലോട്ട് തിരിച്ചു പോകും.